ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, യൗവനക്കാരെ, ജീവിതത്തിന്റെ പ്രത്യുക്ത സമയങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകായിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പലവിധമായ പ്രതികൂല സാഹചര്യങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുന്ന അനേകം പേര് ഈ വചനം കേൾക്കുന്നവരായിട്ടുണ്ട്. ജീവിതത്തിലെ ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടുന്നതായ ജീവിതത്തിൻ്റെ പല മേഖലകളിലും, അയൽവക്കത്തും, നമ്മളുടെ പ്രവർത്തന മേഖലയിലും, തൊഴിൽ മേഖലകളിലും, നമ്മുടെ എവിടെ ചെല്ലുന്നു അവിടെയൊക്കെയും നമുക്ക് പലതരത്തിലുള്ളതായ ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടേണ്ട, ആത്മീയവും ഭൗതികവുമായ ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടേണ്ടതായ ഒരു സാഹചര്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളുടെ നിങ്ങളുടെ അനുഭവം ഈ തരത്തിലുള്ളതാണെങ്കിൽ, എപ്പോഴും ചുറ്റിനുമുള്ള ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കുവാനായിട്ട് പതിയിരിക്കുകയും അങ്ങനെ ഒരു ആശങ്കയിൽ നിങ്ങൾ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആശങ്കപ്പെടാതെ നിങ്ങൾ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥനയോടുകൂടി ഉറ്റിരിപ്പി. നിങ്ങളെ വിടുവിപ്പാനായിട്ട്, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനായിട്ട്, ശത്രുവിൻ്റെ മേൽ നിങ്ങൾക്ക് വിജയം നൽകുവാനായിട്ട് മതിയവനാണ് നിന്റെ സ്വർഗത്തിലെ യഹോവയായ ദൈവം എന്നുള്ള കാര്യം നീ ഒരിക്കലും വിസ്മരിക്കരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മാതാപിതാക്കളെ, നിങ്ങളുടെ ചുറ്റുമോ നിങ്ങളുടെ അനുദിനമായ ജീവിതത്തിലോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളതായ ഇടർച്ച വരുത്തുന്നവരുമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകേണ്ടതായ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഭയവും നിങ്ങളുടെ മനസ്സിൽ വേണ്ട. കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് യഹോവയായ ദൈവം ഉന്നതങ്ങളിൽ വസിക്കുന്നു എന്നുള്ളത് നിങ്ങളെ ശക്തമായിട്ട് മുമ്പോട്ട് നയിക്കേണ്ടതായ ഒരു കാര്യമാണ് എന്നുള്ളത് വിസ്മരിക്കരുത്. അതുകൊണ്ട് ജീവിതത്തിൽ പലവിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരും. അതോടൊപ്പം തന്നെ ശത്രുവിൻ്റെ സാന്നിധ്യവും ശക്തിയും നമ്മൾ ചിലപ്പോൾ അറിയുകയും ചെയ്യും. പക്ഷേ ആ സമയങ്ങളിലും നിങ്ങൾ അധൈര്യപ്പെടരുത്. നിങ്ങളുടെ ശത്രു നിങ്ങളോട് ഏറ്റുമുട്ടാൻ വരുമ്പോൾ, അത് നിങ്ങളുടെ പ്രവർത്തന മേഖലയിലാണെങ്കിലും, നിങ്ങളുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും, നിങ്ങൾ താമസിക്കുന്ന ഭവനത്തിനു ചുറ്റുമാണെങ്കിൽ പോലും നിങ്ങൾ അധൈര്യപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടിയുള്ള വചനം കർത്താവ് ഇത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 47-ാം വാക്യത്തിൽ കർത്താവ് കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ്, നമ്മൾ എന്താണ് നമ്മുടെ ശത്രു നമുക്കെതിരെ യുദ്ധത്തിന് വേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് പറയുകയാണ്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഫെലിസ്ത്യരുടെ കാര്യമാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, യുദ്ധം നമുക്കുള്ളതല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ ചുറ്റുമോ നിങ്ങളുടെ തൊഴിൽ മേഖലയിലോ, നിങ്ങളുടെ ജീവിത മേഖലയിലോ, നിങ്ങളുടെ പ്രവർത്തന മേഖലയിലോ നിങ്ങളുടെ ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം വരുമ്പോൾ നിങ്ങൾ മാറി നീക്കുക. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഏറ്റുമുട്ടിക്കോളും. യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്നാണ് വചനം പറയുന്നത്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തരും.